എന്റെ കുടുംബത്തിലില്ല. എന്റെ അമ്മ വിധവയാവുന്നത് 34-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ ആ പ്രായത്തിൽ എത്രയോ എനക്ക് അന്നേരം 1-ാം ക്ലാസ് പഠിക്കുന്ന എന്റെ അനിയന് 3 വയസ്സായിരുന്നു. അന്നേരം എല്ലാരും കുറെ ആൾക്കാർ ഫാമിലിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി. എന്റെ അമ്മ ഇപ്പോഴും എന്റെ അച്ഛന്റെ ഫോട്ടോ നോക്കി ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടമായിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവിടെ ഫോട്ടോയിൽ നോക്കി കരഞ്ഞി. ഇപ്പോഴും അച്ഛനുള്ള പോലെയാണ് അമ്മ ജീവിക്കുന്നത്. എപ്പോഴും ഫോട്ടോ നോക്കി കരഞ്ഞി. അപ്പൊ അമ്മയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് അമ്മ എങ്ങനെയാണ് ഇത് തരണം ചെയ്യുന്നത്? 34 വയസ്സെന്ന് പറയുമ്പോൾ എത്ര ചെറിയ പ്രായമാണ്. അത്രേ ഉള്ളു. അപ്പൊ അമ്മ പറയുന്നത് നിങ്ങളെ 2 പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നടക്കാൻ പോലും പറ്റാത്ത 2 മക്കളായിരുന്നു. ഞാനൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനത്തെ ആളാന്ന് വരാമോ എന്ന് പോലും അറിയില്ല. നീ ഒരു പെണ്ണു കുഞ്ഞാ എന്തെന്ന് ആവലെന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു എന്റെ അമ്മ ഒരു പക്ഷെ അന്നേരം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ നല്ല ജീവിതമാണ് ഇത്രയും കാലം നമുക്ക് കൂടിയിട്ട് ഒതുങ്ങി വെച്ച് പോയത്. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ വേറെ കല്യാണം കഴിച്ചാൽ ഞാൻ ചത്തോളിന്നെല്ലാം പറഞ്ഞു. ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്റെ അമ്മയുടെ ഒരു ജീവിതം മൊത്തം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളഞ്ഞു അമ്മ. അമ്മക്ക് ഒരിക്കൽ പോലും ആ ഒരു സങ്കടം അയ്യോ അമ്മ ഇപ്പോഴും അയ്യോ എന്റെ അച്ഛന്റെ പേര് ശിവേന്ദ്രൻ എന്നാണ്. ശിവൻ എന്നാണ് വിളിക്കുക. എന്റെ ശിവേട്ടനെ വിട്ടിട്ട് വേറെ ആളെ ചിന്തിക്കാൻ പോലും ആവില്ല അടുത്തേക്ക് എന്ന് പറയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അച്ഛന്റെ ഓർമ്മയിൽ ഇപ്പോഴും ജീവിക്കും.